ബീഹാർ ഇലക്ഷൻ അവിടെ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു ബീഹാർ ഉണ്ടായിരുന്നെങ്കിൽ അത് ബീഹാർ ഇലക്ഷന് വേണ്ടിയിട്ടാണെന്നെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. ഇനി ജലീലിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങൾ വരുമ്പോൾ എന്തിനാണ് ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ ഇവിടെ ന്യായീകരണം കണ്ടെത്തുകയാണ്. ഇത് ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ്, ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്, ഇത് വേറെ ആരോ പറഞ്ഞതിന്റെ പേരിൽ ഇത് എന്തോ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. ബീഹാർ ഇലക്ഷൻ അവിടെ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു ബീഹാർ ഉണ്ടായിരുന്നെങ്കിൽ അത് ബീഹാർ ഇലക്ഷന് വേണ്ടിയിട്ടാണെന്നെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങളുടെ വിഷം നമുക്ക് അച്ഛനും മകനും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് പോലും ശ്രീ ജലീൽ പുനലൂർ പറയുന്നില്ല. എന്തിനാണ് ഈ ന്യായീകരണം? ചെറുപ്പം പോലെ ശീലിച്ചു പോയോണ്ട് പെട്ടെന്ന് മാറ്റാനും പറ്റുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് പറയാ, ഈ ഏതൊരു മതത്തിലും ഇത്തരത്തിലുള്ള സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെറർ നടത്തിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മനുസ്മൃതിയെ തള്ളി പറയാൻ കഴിയുന്നത്, അതേപോലെ ഖുർആനിൽ ഉണ്ടെങ്കിൽ അതിനെ തള്ളി കളയണം എന്നൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഇതേപോലെ ഒരു വളഞ്ഞിട്ട് ഒരു തക്കിയ കളിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് ആരെങ്കിലും ഇവിടെ പറയോ? ഇല്ലല്ലോ. ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ അതിനും ഇതുപോലെയുള്ള ലോകത്തില്ലാത്ത ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. തിരുത്തലുകൾക്ക് ഇനിയും സമയമുണ്ട്, പക്ഷേ അതിനൊന്നും കൂട്ടാക്കാതെ നീ ഇങ്ങനെ പോയാൽ തന്നെയാണ് എന്റെ കൈക്ക് പണിയാവേ. പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാൽ മതി. ഒന്നാമത്തത്, ഞാൻ ഈ ഒരു ഇന്നത്തെ ഈ ഒരു ജിഹാദി ആക്രമണം അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ദിവ്യ IAS വേണ്ടിയിട്ടാണ്. ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നതാണ് എന്ന് പഠിപ്പിച്ച ആ മഹാമനസ്കത ആണ് എന്ന് പറഞ്ഞ ആ ദിവ്യ IAS വേണ്ടിയിട്ട് ഞാൻ ഈ ജിഹാദി ഭീകരാക്രമണത്തെ സമർപ്പിയാമി. നിങ്ങളത് ഏറ്റെടുക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന ജിഹാദിനെ കുറിച്ചുള്ള നന്മ വാഴ്ത്തുകൾ അതെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് അടുത്ത വിമാനം പിടിച്ച് നേരെ ഈ പറയുന്ന ഓസ്ട്രേലിയയിലേക്ക് പോയി ഇനിയും പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന ആളുകളുണ്ട്, അവരെ പോയി ഉത്ബോധിപ്പിക്കണമെന്നാണ് ദിവ്യ IAS എനിക്ക് പറയാനുള്ളത്. ഡിസംബർ 12 ജർമ്മനിയിൽ ഇതേപോലെ ഒരു ഇമാമിനെയും 4 കൂട്ടാളികളെയും കൂടി അറസ്റ്റ് ചെയ്തു. ജർമ്മനിയിൽ നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അവര് പ്ലാൻ ഇട്ടിരുന്നത് ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റാനും അവിടെ പോയി വെടിവെച്ച് കുറെ എണ്ണത്തിന് ഇതേപോലെ കശാപ്പ് ചെയ്യാനുള്ള ജിഹാദി പ്രവർത്തനം തന്നെയാണ് അവരും പ്ലാൻ ഇട്ടിരുന്നത്. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. ഇത് ഭക്തിമൂത്ത് ഭ്രാന്തായത് തന്നെയാണ്. അപ്പൊ അവരും അവിടെ ഈ ജയിലിൽ കഴിയുന്നുണ്ട്. അങ്ങോട്ടേക്കും ഇത് കഴിഞ്ഞിട്ട് ദിവ്യ IAS പോകാം, എന്നിട്ട് അവിടെ പോയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കാം. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. രണ്ടാമത്തത്, ലാലി PM പോലെയുള്ള കുട്ടികളുടെ പേര് വായിക്കാൻ വെമ്പി നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എന്തൊരു ശ്രദ്ധയാ. റഹഫ് മുഹമ്മദ് സലീം സാഫി, അഹമ്മദ് മുഹമ്മദ് സലീം സാഫി, അഹമ്മദ് മുഹമ്മദ് നാഹിദ് ഹനൂൻ. എന്തൊക്കെ കടിച്ചാപ്പൊട്ടാത്ത വാക്കുകളാ ആ ചെക്കൻ പറയുന്നത്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചാവോ? റോസ് അബ്ദുൽ അസീസ് മുഹമ്മദ് നമുക്കറിയാം ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരൊക്കെ മാറേണ്ട മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ എന്റെ അമ്മ വായിച്ചു, കരച്ചിലായിരുന്നു. ഒടുവിൽ ഞാനും കരഞ്ഞുപോയി. നമ്മളിങ്ങനെ വായിക്കപ്പെടുന്നത് സത്യത്തിൽ നമ്മൾ എത്ര ഭാഗ്യം കേട്ടവരാണ്. ഇതിനൊന്നും നമ്മൾ എതിരല്ല. നമ്മൾക്കൊരു വിഷയമില്ല കാര്യത്തിൽ. എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ട് ഗാസയിലെ കുട്ടികൾ മാത്രം നിങ്ങളുടെ റഡാറിൽ പെടുന്നു എന്നൊരു ചോദ്യം മാത്രമേ നമ്മൾ ചോദിക്കുന്നു. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം സെലക്റ്റീവായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല, അത് നടപ്പില്ല. അവരിങ്ങനെ എവിടെ കുട്ടികൾ, പ്രത്യേകിച്ച് ഇങ്ങനെ എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കുട്ടികൾ എവിടെയൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേരൊക്കെ ചാടി കയറി വിളിച്ച് കൂവുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു അവരുടെ ഒരു ഹോബിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ ഒക്കെ എടുത്തു കഴിയുന്നതിന്റെ ഗ്യാപ്പിൽ ചെയ്യുന്നതാണ്. എന്താ ഇത്? ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കുട്ടിയുടെ പേര് ഞാൻ പറയും. ഒരു കുട്ടിയുടെ പേരാകുമ്പോഴെങ്കിലും അവർക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. കാരണം സുഡാനിലും നൈജീരിയയിലും കുട്ടികളുടെ പേരിന്റെ എണ്ണം കൂടി എന്നതിന്റെ പേരിലാണ് അവർക്ക് വായിക്കാൻ പറ്റാഞ്ഞ. നീ പകപോക്കാണല്ലേടാ. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു കുട്ടിയുടെ പേരുള്ളൂ, ആ പേരൊന്ന് വായിക്കണം.
ഞാനൊരു പ്രത്യേക ഉമയാ. കുട്ടിയുടെ പേര് മെറ്റിൽഡ എന്നാണ്. വയസ്സ് 10 വയസ്സാണ്. എഞ്ചിനീയറോ ഡോക്ടറോ ആവേണ്ട കുട്ടിയായിരുന്നു. കൊല്ലപ്പെട്ടതാണ്. ഇന്നലെ ഒരു ജിഹാദി ഭീകരൻ, ഒരു മുസ്ലിം ഒരു ഭീകരനാണ് വെടിവെച്ച് കൊന്നത്. ആക്ച്വലി എന്താണ് പറയണമെന്ന് മനസ്സിലായില്ല. അപ്പോൾ ആ കുട്ടിയുടെ പേരൊന്ന് വായിച്ച് കനിയണം എന്നാണ് എനിക്കൊന്ന് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് നീ 13 ജന്മം ഗുണം പിടിക്കൂല. ഇനി രണ്ടാമത്തെ ചില കാര്യം എന്ന് പറയുന്നത് ഈ ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആഗോളതലത്തിൽ ഈ ഇന്തിഫാദ ഈ പലസ്തീനിയൻ കോസ് എന്ന് പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ഫേക്ക് ആക്ടിവിസം ഇവിടെ ഉണ്ടായിരുന്നു. നല്ല അടിയിട്ടാത്തതിന്റെ സൂക്കേടാ. പച്ചയ്ക്ക് പറഞ്ഞാൽ അത് ഭീകരവാദമാണ്. ജിഹാദിസം തന്നെയാണ് അവിടെ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ എന്നോ പറയുന്നതാണ്. ലോകത്ത് മുഴുവൻ ഇതിനെക്കുറിച്ച് ബോധമുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പലസ്തീനിയനിസം എന്ന് പറയുന്ന ഒരു സാധനം ഒരു മതമാണ്. അനക്കതിൽ കാര്യമില്ല, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ഈ ആരാണ് ഇതൊക്കെ പറയാൻ? സ്വന്തം വർഗത്തിനോട് കൂറില്ലാത്ത കള്ള ഹിമാർ. ഇന്ത്യയിൽ എങ്ങനെയാണോ ഈ ഹൈന്ദവ ഭീകരത എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന കുളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ സമാനമായ ഇന്നത്തെ ആധുനിക രൂപമാണ് ഈ പലസ്തീനിയനിസം എന്ന് പറയുന്നത്. താനുമായി ബന്ധമുണ്ടെന്ന് മറ്റേ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അതിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ്. അവർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ആശയത്തിന്റെ പേരിലാണ് ഇന്ന് ആഗോളതലത്തിൽ അത് ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിവിടെ തുറച്ചാണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് തുടങ്ങുന്നത് തന്നെ 1920-കളിലാണ്. മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാകുന്നത് തന്നെ 1928-29-ലാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള ഈ ഒരു പലസ്തീനിയനിസം എന്ന് പറയുന്ന സാധനം മതവുമായി കൂട്ടിക്കണച്ചുകൊണ്ട് ഈ പലസ്തീനിയൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജിഹാദ് മാത്രമേ ഉള്ളൂ അതിന്റെ വഴി എന്ന് അവരുടെ ആർട്ടിക്കിൾ 11 അവർ അവരുടെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇവരുടെ മനസ്സിൽ ഇരുട്ടാണ്. കാലം മാറിയൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. ആ രീതിയിൽ കൃത്യമായിട്ട് അവർ തന്നെ നിർവചിച്ചു വെച്ചിരിക്കുന്ന, അവർ ലക്ഷ്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ജിഹാദ് ആണ് ഈ പലസ്തീനിയനിസം എന്നതിന്റെ ഒരു വഴിയായിട്ട് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഗ്ലോബലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. ആഗോളതലത്തിൽ ജിഹാദ് അവിടെ പ്രചരിപ്പിക്കുക എന്നതുകൂടി തന്നെയാണ്. ഇനി എന്താണ് ഈ ജിഹാദിൽ അവർ മുന്നോട്ട് വെക്കുന്നത്? അതും ഇവരുടെ ആർട്ടിക്കിൾ 7 അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവസാനത്തെ ജൂതനെ കൊന്നു തള്ളണം. ഇസ്രയേൽ ഉള്ളിടത്തോളം കാലം അത് നടക്കൂല. ഇതാണ് അവരുടെ ഈ ജിഹാദിന്റെ ഉൽപ്പന്നം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അവർ അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ജൂതനുണ്ടോ അവിടെ എല്ലാം കയറി ചെന്നുകൊണ്ട് ജൂതനെ ഉന്മൂലനം ചെയ്യുക, അവനെ എന്ന കൃത്യമായ ജനസൈഡൽ കോൾ, അല്ലെങ്കിൽ എന്താ പറയുക, വംശഹത്യ എന്നൊക്കെ പറയുന്ന സാധനം കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അവരുടെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ഹമാസിന്റെ ചാർട്ടറിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അവർക്കെന്റെ ചാവ് കാണും, പുലകുളി അടിയന്തരത്തിന് ചോറും തിന്നണം. തന്തില്ലാ പടപ്പുകളുടെ അഹങ്കാരം ചങ്കിനും പള്ളക്ക് ഉണ്ട കയറ്റി തന്നെ കൊണ്ട് ഈ സാധനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഇന്തിഫാദ എന്ന് പറയുന്നതും. അത് ഗ്ലോബലൈസ് ചെയ്യാന്നുള്ള ആ ഉദ്ദേശത്തിൽ നടക്കുമ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ അത് ഈ ജിഹാദി ഭീകരത ഈ പേരിൽ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുക, ഇതിന്റെ പേരിൽ ആളുകളെ ഈ ഒരു അവരുടെ അജണ്ടയിലേക്ക് ആളുകളെ കുരുക്കിയിടുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതാണ് നമ്മളിവിടെ നടക്കുന്നതായിട്ട് കാണുന്നത്. ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്ന നാടാണിത്. ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരു ഭീകരവാദ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കണ്ട് അവരെ തുറങ്കിൽ അടയ്ക്കണം, അവരെ ഒതുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അതിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പലസ്തീനിയനിസം എന്ന് പറയുന്നത് ഒരു ഭീകരവാദം തന്നെയാണ്. യവന്മാരുടെ ഒരു കളി എന്റെ അടുത്ത് നടക്കത്തില്ല. അറിയാലോ ആഭ്യന്തര ഉപന്റെയിലാണെന്ന്. അകത്താക്കി ഇടിച്ചൻ സൂപ്പായിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ പറയുന്ന ഭീകരാക്രമണം അത് നടത്താൻ വേണ്ടി ഇവർ തെരഞ്ഞെടുത്ത ഈ ദിവസം, ഈ ഹനുക്ക ഈ പറയുന്ന ആഘോഷം എന്ന് പറയുന്നത്, ഹനുക്ക കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് ഈ സാധനമാണ് ഈ പറയുന്നത്. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഇതിൽ ഓരോ കള്ളിയിലും ഈ മറ്റേ എന്താണ് മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ടാണ് അവർ അത് ലൈറ്റ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്താണ് ഈ ആഘോഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ ദിവസം തെരഞ്ഞെടുത്തത് സത്യത്തിൽ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്ന പലസ്തീനിയനിസം കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ഫ്രീ പലസ്തീൻ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന ഒരു സാധനമാണ്. മനസ്സിലായില്ല. നിനക്കെങ്ങനെ മനസ്സിലാവാൻ? തന്റെ തലയിൽ വല്ലതും ഉണ്ടാ? കാരണം എന്താ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ ജൂതന്മാരവിടെ കയ്യേറിയെന്നാണ്. ഈ ജൂതന്മാരവിടെ കയ്യേറി എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഹനുക്ക ഈ ആഘോഷം നടക്കുന്ന എന്തിന്റെ പേരില? അതായത് BC 2 അവിടെ ഉണ്ടായിരുന്ന ഒരു ഹെലനിസ്റ്റിക് റൂള് ഈ ജൂതന്മാരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെതിരെ അവിടെ നടന്നിട്ടുള്ള ഒരു റിവോൾട്ട്, മക്കാബിയൻ റിവോൾട്ട് എന്നാണ് അതിന് പറയാം. ആ റിവോൾട്ടിന്റെ ഭാഗമായിട്ട് ആ ജൂതന്മാര് അവരുടെ ജെറൂസലം തിരിച്ചു പിടിക്കുകയും അതിന്റെ ആ ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ ആ ജൂയിഷ് ടെമ്പിൾ രണ്ടാമത് അവിടെ തിരിച്ചു പിടിച്ചതിന്റെ ഓർമ്മയ്ക്ക് ആയിക്കൊണ്ടും അതിനോടൊപ്പം നിൽക്കുന്ന ഒരു ദീപം, ഒരു ദിവസം കത്തേണ്ട എണ്ണ കൊണ്ട് 8 ദിവസം കത്തി എന്ന് പറയുന്ന ഒരു ഐതിഹ്യം അതും കൂടി വെച്ചുകൊണ്ട്
ആണ് ഈ പറയുന്ന വിളക്ക് കത്തിക്കലും പരിപാടിയൊക്കെ അവരവിടെ നടത്തുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിന്റെ തന്തമാര് കൊച്ചി കപ്പിലിറങ്ങും മുമ്പേ നമ്മുടെ വാപ്പയ്ക്ക് ഈ സീനിലുണ്ടായതാണ് സായിപ്പേ, അതാ നീ മറന്നുപോയി. ഈ BC 2ലും 1ലും ഒക്കെ ഈ പറയുന്ന സ്ഥലത്ത് ആരുണ്ടായിരുന്നു? ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു, ജെറൂസലമിൽ അവരുണ്ടായിരുന്നു, അവരുടെ അമ്പലം അവിടെ ഉണ്ടായിരുന്നു എന്നും കൂടിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ മനസ്സിലായടാ മൈത്താണ്ടി. അപ്പൊ എന്താ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്? നിങ്ങൾ ഈ ദിവസം തെരഞ്ഞെടുത്തോടുകൂടി ആഗോളതലത്തിൽ തന്നെ ഹനൂക്ക എന്താണെന്നും എന്താണ് ഈ ഒരു സെലിബ്രേഷൻ എന്ന ആളുകൾ ഇന്ന് പഠിച്ച് അവർ വളരും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഇവർക്കൊക്കെ മുൻപ് എന്റെ അടുത്ത് വന്നത് നീയാ. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്. അപ്പൊ എന്താ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്? നിങ്ങൾ ഈ ദിവസം തെരഞ്ഞെടുത്തോടുകൂടി ആഗോളതലത്തിൽ തന്നെ ഹനൂക്ക എന്താണെന്നും എന്താണ് ഈ ഒരു സെലിബ്രേഷൻ എന്ന ആളുകൾ ഇന്ന് പഠിച്ച് അവർ വളരും. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ ഇസ്ലാമിക് ഈ ജിഹാദ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഹമാസ് ഇവിടെ അഴിഞ്ഞാടുമ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഈ ഹമാസ് തന്നെയാണ് ഐസിസ്. കാടി വെള്ളത്തിൽ വീണ കാക്കയെ പോലെ വേഷം കെട്ടിയ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചു. അവന്റെ മുഖം മൂടി വലിച്ച് കീറുപോയില്ലേ? ഇവിടെ ജലീൽ ചോദിക്കണ്ടേ? ജലീൽ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ജലീൽ ചോദിക്കണ്ടായി എന്താണ് ഐസിസ് എവിടെ പോയിന്ന്? ഐസിസ് എവിടെയും പോയിട്ടില്ല. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമശിഷ്യൻ. എങ്കിൽ വിളിക്കണം നിന്റെ അരുമ ശിഷ്യനെ, പൊതുജനത്തിന്റെ മുമ്പിൽ വരാൻ പറ, എന്നിട്ട് ആണുങ്ങളോട് മുട്ടാൻ പറ. കണ്ടിടുന്നയൊക്കെ ഐസിസ് തന്നെയാണ് ഈ ഹമാസിന് ഈ ട്രെയിനിങ് കൊടുത്തിരുന്നതും ഐസിസും ഹമാസും കൂടി ഒത്തുചേർന്നുകൊണ്ട് പണി ഒപ്പിച്ചത് മുഴുവൻ ഇതിന് മുന്നിലുള്ള ഡോക്യുമെന്റ്സ് അവിടെ തെളിവുണ്ട്. എന്ത് തന്നെയായിരുന്നാലും സമുദ്രങ്ങൾ താണ്ടി ചെല്ലുന്ന സുരക്ഷിതമെന്ന് തോന്നുന്ന ഏത് മറവിലും വിജനദ്വീപിലും ഞങ്ങളുടെ കണ്ണുകൾ ചിലരെ തേടി നീളാറുണ്ട്. അത് ഇനിയും തുടരും. അപ്പോ ഇതൊന്നും അറിയാതെ ഇരുന്നിട്ട് പറഞ്ഞാലൊന്നും ഐസിസ് ഹമാസ് അല്ലാതെ ആവില്ല. ഐസിസ് തന്നെയാണ് ഹമാസ്, ഹമാസ് തന്നെയാണ് ഐസിസ്. അപ്പൊ അത് രണ്ടും രണ്ടല്ല. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP വളച്ച തിരിച്ചു വരും. ആയിക്കോട്ടെ.